എല്ലാ കാര്യത്തിനും ഒരു ആവറേജിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ഒരു കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആരാലും തിരിച്ചറിയപ്പെടാത്ത ഇൻട്രോവേർട്ടായിട്ടുള്ള നായകൻ എന്ന് പറഞ്ഞാൽ, അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ കൊണ്ടുപോയി മുട്ടായി കൊടുക്കുകയാണ്, ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ്. ആ ടീച്ചർ മുട്ടായിയൊക്കെ മേടിച്ച് ക്ലാപ്പൊക്കെ ചെയ്തിട്ട് അവസാനം ചോദിക്കുകയാണ് നീ ഏത് ക്ലാസ്സിലാണെന്ന്. എന്ന് പറഞ്ഞാൽ ഇത് ചോദിക്കുന്നത് ഇവൻ്റെ ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ അതുപോലെ ആരും തിരിച്ചറിയപ്പെടാതെ നായകൻ, ഇവനെ ആരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഒരു പെൺകുട്ടി, ഇവൻ അറിയാത്ത ഒരു പെൺകുട്ടി വന്നിട്ട് ഇവൻ ചെയ്തൊരു കാര്യത്തിന് പെട്ടെന്ന് വന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. അത് ഇവന് ആദ്യമായിട്ട് കിട്ടുന്ന അപ്രിസിയേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇവൻ ഈ പെൺകുട്ടിയെ പറ്റി അറിയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇവൾ പോകുന്ന കോളേജിൽ ഇവൻ അഡ്മിഷൻ എടുത്ത് അവിടേക്ക് ചെല്ലുകയാണ്. അവളെന്ന് പറയുന്നത് സ്റ്റേറ്റ് ടോപ്പറും ഒക്കെ ആയിട്ടുള്ള വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈ ക്ലാസ്സിൽ നിൽക്കുന്ന ഒരു പെണ്ണാണ്. അങ്ങനെ ഇവന് അവളെ എങ്ങനെയും ഇമ്പ്രസ് ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയിൽ, ഇമ്പ്രസ് ചെയ്യിപ്പിക്കണം എന്നല്ല, ഇവന് ഇവരുടെ പുറകെ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവൻ പോയി സംസാരിക്കാനൊന്നും ഇവന് പറ്റുന്നില്ല, അതിനുള്ള ധൈര്യമില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവനൊരു അത്യാവശ്യം ഹോളുള്ള ഒരാളുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയും അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് വന്നൊരു സൂപ്പർ മോട്ടിവേഷണൽ മൂവിയാണ് 2017 ഇറങ്ങിയ കൂട്ടത്തിലൊരുവൻ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് TJ ജ്ഞാനവേലാണ്, ജയ് ഭീമിൻ്റെ ഡയറക്ടറെ ഫസ്റ്റ് ഡയറക്ഷൻ സിനിമയാണ്. അഭിനയിച്ചിരിക്കുന്ന അശോക് സെൽവൻ, പ്രിയ ആനന്ദ്, അതുപോലെ സമുദ്രക്കനിയൊക്കെയാണ്. അശോക് സെൽവൻ സിനിമകളുടെ മിനിമം ഗ്യാരണ്ടി പോലെ തന്നെ ഒരു നല്ല സിനിമയാണ്. ഒരു അണ്ടർ റേറ്റഡ് സിനിമ എന്ന് തന്നെ പറയാം. അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഈ സിനിമയെ പറ്റി. നല്ലൊരു മോട്ടിവേഷണൽ മൂവിയാണ്. ഒരു ഇൻട്രോവേർട്ട് സിനിമകൾ, കൂടുതൽ ഇൻട്രോവേർട്ട് ടൈപ്പ് സിനിമകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഇങ്ങനത്തെ ഒരു മോട്ടിവേഷണൽ സിനിമ എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാവുന്നൊരു സിനിമയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, കണ്ടിട്ട് കമൻറ്റ് ചെയ്യാം.